പാലോട് രവി ആദ്യമായല്ല ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് വിവാദങ്ങളിൽ ചെന്ന് പെടുന്നത്. നേരത്തെ ദേശീയ ഗാനം പാടിയതുമായി ബന്ധപ്പെട്ട് അത് ഏത് തരത്തിലാണ് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടതെന്നൊക്കെ നമുക്കറിയാം. ഒരുപാട് പാർട്ടിയെ തന്നെ നാണം കെടുത്ത സംഭവങ്ങളായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ഓഡിയോ സംഭാഷണം, അതിനെ ഇപ്പോൾ പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷൻ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചേക്കാം എന്ന് പറഞ്ഞ് കേവലമായി മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നായി ഷിറാസിന് തോന്നുന്നുണ്ടോ? അത് ഈ ദേശീയ ഗാനമൊക്കെ അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല. അതൊക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു വീഴ്ചകളായിട്ട് കണ്ടാൽ മതി. അതൊരു മനഃപൂർവ്വം സംഭവിച്ചൊരു വീഴ്ചയൊന്നുമല്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്നൊരു അഭിപ്രായം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കില്ല. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞപ്പോഴാണത് തെറ്റായത്. കാര്യം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് അങ്ങനെ പറയാമോ? കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സാഹചര്യം ഇന്ന് എന്താണ്? നിലവിൽ കോൺഗ്രസ് പാർട്ടി പരദൂഷണത്തിൻ്റെ പുറത്ത് നിൽക്കുന്നൊരു പാർട്ടിയായി മാറിപ്പോയില്ലേ? നേതാക്കന്മാരുടെ ചെവിയിൽ ചെന്ന് പരദൂഷണം പറയുന്നവർ മാത്രമല്ലേ ഈ പാർട്ടിയിൽ പുതുതായി നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നുള്ളൂ. അല്ലാതെ ഈ പാർട്ടി കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഒരു പ്രവർത്തകനോട് പരദൂഷണം പറയുക, പ്രവർത്തകൻ്റെ പരദൂഷണം തിരിച്ചു കേൾക്കുക, അതൊന്നും ഒരു നേതാവിന് ചേർന്ന ഗുണമൊന്നുമല്ല. പിന്നെ പാലോട് രവി പറഞ്ഞത് 70 കഴിഞ്ഞ പാലോട് രവി പറയേണ്ടി വന്നു. ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ KSUക്കാരൻ പറയേണ്ട കാര്യമാണിത്. കോൺഗ്രസ് പാർട്ടി സംഘടനാ തലത്തിൽ ഇല്ല. രാവിലെ കതറിട്ടുകൊണ്ട് ഏതെങ്കിലും നേതാവിൻ്റെ വീട്ടുവാതിൽക്കൽ ചെന്ന് നിൽക്കുന്നവരാണ് പാർട്ടി സ്ഥാനങ്ങൾ കൊടുക്കുന്നത്. പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേടിയ ആളാണ് ഞാൻ. നേരത്തെ ഇവിടെ പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയിൽ തമ്പാനൂർ രവി, പാലോട് രവി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു എന്ന്. ഈ 2 രവിമാരും കൂടെ വെട്ടി നിരത്തി പുറത്ത് കളഞ്ഞവരിൽ അവശേഷിക്കുന്നവരാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലുള്ളത്. താഴെത്തട്ടിൽ ബൂത്തിൽ സ്ലിപ്പ് കൊടുക്കുവാൻ ഇന്ന് ആളില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ സ്വയം മനസ്സിലായതാണ്. അതൊരു യാഥാർത്ഥ്യം പറഞ്ഞു. ഇനി ഈ 70-75 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടിയുടെ ഉപദേശക റോളുകളിലേക്ക് മാറ്റിയിട്ട് കുറച്ചുകൂടി ആർജവവുമായി പ്രവർത്തിക്കുവാൻ, സംഘടന നിർമ്മിക്കുവാൻ ശേഷിയുള്ളവരെ, വിട്ടുവീഴ്ച ചെയ്യുവാൻ ശേഷിയുള്ളവരെ, അസഹിഷ്ണുത മാറ്റിവെക്കുവാൻ ശേഷിയുള്ളവരെ, പരദൂഷണം പറയുവാനും കേൾക്കുവാനും താല്പര്യമില്ലാത്ത, കോൺഗ്രസിൻ്റെ ചരിത്രവും ഐഡിയോളജിയും ജീവിതത്തിലേക്ക് പകർത്തുവാൻ ശേഷിയുള്ളവരെ പാർട്ടി നയിക്കാൻ ഏൽപ്പിച്ചില്ല എങ്കിൽ ഈ പാർട്ടി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അധോഗതിയിലേക്ക് പോകും. ഇവിടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാർ വിശ്വാസയോഗ്യരാണോ? ഒരു ഫോൺ കോൾ, സ്വകാര്യ സംഭാഷണത്തിലെ ഫോൺ കോൾ പുറത്തു പോവുക എന്ന് പറയുന്നത് തന്നെ അതൊരു ധാർമ്മികത ഈ പാർട്ടിക്ക് നഷ്ടപ്പെട്ടില്ലേ? ആ ഫോൺ കോൾ പ്രചരിപ്പിക്കുന്നത് തന്നെ പാർട്ടി പ്രവർത്തകരല്ലേ? ഈ ചാനലുകാരുടെ കൈകളിലേക്ക് ആ ഫോൺ സംഭാഷണം എത്തിച്ചത് പാർട്ടി പ്രവർത്തകരാണ്. എൻ്റെ അറിവ് ശരിയാണ് എങ്കിൽ പാർട്ടിയിലെ യുവജന നേതാക്കന്മാരാണ് ഇത് ഞാൻ ആരാണെന്നൊന്നും പറയുന്നില്ല, ഈ സംഭാഷണം പുറത്തുവിടുകയും ലീക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതൊന്നും പാർട്ടിക്ക് ഒരു താങ്കൾ പറഞ്ഞ പോലെ യുവജന നേതാക്കളുടെ മനസ്സിലുള്ള കാര്യം പാലോട് രവി സംസാരിച്ചപ്പോൾ അത് ആ തരത്തിൽ അവരതിനെ പുറത്തു വിട്ടെങ്കിലും ജനം അറിയട്ടെ എന്ന് കരുതാവാം. ഇത് വിളിച്ചു പറഞ്ഞൂടെ? യുവ നേതാക്കന്മാർക്ക് വിളിച്ചു പറയണ്ടേ? ഈ പാർട്ടി ഈ പോക്ക് പോയാൽ ശരിയാവില്ല. നിങ്ങൾക്കറിയാമോ, തിരുവനന്തപുരം DCC എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സംവരണ സീറ്റാണ്. ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രം. നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്ക്. കോൺഗ്രസ് പാർട്ടി മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന പാർട്ടി ജാതിയും മതവും തിരിച്ച് പാർട്ടി ഭാരവാഹികളെ നിശ്ചയിക്കാമോ? ഈ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ മറ്റു പാർട്ടികൾ ചെയ്യുമ്പോൾ ചില സാമുദായിക സമവാക്യങ്ങളൊക്കെ സൂക്ഷിച്ചോട്ടെ. പക്ഷേ ഒരു DCC പ്രസിഡന്റിനെ ഒരു ജില്ലയിൽ വയ്ക്കുമ്പോൾ അത് ഇന്ന ജാതിയിൽപ്പെട്ട ആളെ വരാവൂ എന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞാൽ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ശരിയാകുന്നത്? കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു നേതാവ് വരട്ടെ എല്ലാ DCCയിലും. കോൺഗ്രസ് എല്ലാ ജാതി, എല്ലാ മതമില്ലാത്തവൻ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലേ? എന്ന് വെച്ചാൽ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ നിന്നും പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നുമൊക്കെ അത് ചുരുങ്ങി വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കുകയും വ്യക്തികളുടെ ആശ്രിതർക്ക് മാത്രം നിലനിൽക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറിയാൽ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് നീരൊഴുക്കുണ്ടാവുന്നത്? സോഷ്യൽ മീഡിയയുടെ പിന്തുണയോടുകൂടി മാത്രം നേതാവായി വരുന്ന അന്തകവിത്തുകൾ മാത്രം ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നാൽ നാളെ ഒരു പുതിയ ജനറേഷൻ ഈ പാർട്ടിയിലേക്ക് വേണ്ടേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു രത്ന ചുരുക്കമാണ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തു വന്നത് അത് കോൺഗ്രസ് പാർട്ടിക്ക് നല്ലതിനേക്ക് നയിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ പാർട്ടി ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരുണ്ട്. ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർ
താഴെത്തട്ടിൽ ഈ പാർട്ടി സംഘടിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അവരെ എങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാമെന്ന് ഈഗോ വാദിച്ച നേതാക്കന്മാർ റിസർച്ച് ചെയ്യുന്ന ഒരു സംഘടനാ സംവിധാനമാണ് ഇന്നുള്ളത്. അല്ല, നാട്ടിലിറങ്ങി ജനങ്ങളോട് സംസാരിക്കാൻ 10% സ്ഥലത്തെ നമ്മൾക്ക് ആളുള്ളൂ. DCC അധ്യക്ഷൻ പറയുകയാണ്. അതാണ് ഒപ്പം ആത്മാർത്ഥമായി 90% ഒറ്റൊരാൾക്കും പേരെയും പരസ്പര ബന്ധമോ സ്നേഹമോ ഇല്ല. ഈ ബാക്കിയുള്ള കാലുവാരി പാർട്ടിയെ ഛിന്നഭിന്നമാക്കുന്നവരാണ് കൂടുതൽ. ഇതൊക്കെ നമുക്കറിയാം. കോൺഗ്രസിലെ ഗ്രൂപ്പിസമോ തമ്മിൽ തല്ലോ പ്രശ്നങ്ങളോ ഒക്കെ കാലാകാലങ്ങളായി ഉള്ളതാണ്. അതിനുശേഷം ഒരു നേതൃത്വം വരുന്നു. ആ നേതൃത്വം പാർട്ടിയിൽ വലിയ അഴിച്ചുപണി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ പ്രവർത്തകരെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്ന നേതൃത്വമാണെന്ന് പറയുന്നു. ഗ്രൂപ്പുകളില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് പറയുന്നു. ആ പുതിയ നേതൃത്വത്തിന്റെ കീഴിലുള്ള DCC അധ്യക്ഷനാണ് ഇക്കാര്യം പറയുന്നതെന്നേ. ഒരു 2 മിനിറ്റ് എനിക്ക് തരാമോ? കെ കരുണാകരൻ DIC ഉണ്ടാക്കി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തിച്ചു വന്ന സാധാരണ പ്രവർത്തകർ എന്ത് ചെയ്തു? അദ്ദേഹത്തോടൊപ്പം പോയി. അവരായിരുന്നു ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നിന്ന സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ക്യാമ്പസുകളിൽ വന്ന് നേതൃത്വത്തിൻ്റെ മുകളിൽ ചില ഗിമ്മിക്കുകളൊക്കെ കളിച്ച് ജനങ്ങളുടെ ഇടയിൽ നിന്ന നേതാക്കൾ മാത്രമാണ്. അവർക്ക് ബൂത്തുകളിൽ ബന്ധമില്ലായിരുന്നു. കെ കരുണാകരനും മകനുമൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അഭിമാനബോധമുണ്ടായി DICയിലേക്ക് പോയവരാരും എന്ത് ചെയ്തില്ല? പലരും തിരിച്ചു വന്നില്ല. പലരും നിഷ്പക്ഷരായി, പലരും മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ മറ്റ് ചില പ്രാദേശിക സംഘടനകളിലൊക്കെ പെട്ടു നിന്നു. അവിടെ തുടങ്ങി ഈ പാർട്ടിയുടെ ബൂത്ത് തലത്തിലുള്ള അപജയം. പിന്നെ ഈ പാർട്ടി എന്തുകൊണ്ട് അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊള്ളരുതായ്മ സഹിക്കാതെ വരുമ്പോൾ ജനം ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. BJPയുടെ കൊള്ളരുതായ്മ സഹിക്കാതെ വയ്യാത്തതുകൊണ്ട് ഒരു ഓപ്ഷൻ എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നു. കോൺഗ്രസ് പാർട്ടി സ്വന്തമായൊരു ഐഡിയോളജി പറഞ്ഞ് താഴെത്തട്ടിൽ പ്രവർത്തകരെ അടിപ്പിക്കുവാൻ, പ്രവർത്തകരെ ഒപ്പം നിൽക്കുവാൻ, ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനെ നിഷ്കരണം, അവരൊരു വാക്കുപോലും കേൾക്കാതെ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഒഴിവാക്കുന്ന ഒരു സംവിധാനമാണ് ഈ പാർട്ടിയിലുള്ളത്. അത് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. എന്നെപ്പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് പ്രവർത്തകന്റെ അവസ്ഥ ഇതാണ്. ശരി, വെമ്പായ നസീർ, LDFനെ സംബന്ധിച്ചിടത്തോളം ഈ